ഈ രാജേഷ് എന്ന് പറയുന്ന പേഷ്യൻറ്റിനെയും കൊണ്ട് അവരിവിടെ എത്തുകയാണ്. കൃത്യമായിട്ടും കഠിനമായിട്ടുള്ള നെഞ്ചുവേദനയുടെ ഭാഗമായിട്ടാണ് അയാളെ ഇവിടെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്ന സമയത്ത് തന്നെ കാഷ്വാലിറ്റി ഫ്രണ്ടിൽ ഏതാണ്ട് 30-32ഓളം പേഷ്യൻസ് ക്യൂവിലാണ്. അപ്പോൾ ആ ക്യൂ ഉണ്ടാവാൻ കാരണം ഒരു ഡോക്ടറിന് കൈകാര്യം ചെയ്യാവുന്ന പേഷ്യൻ്റെ എണ്ണമുണ്ട്. അതിലുപരിയായിട്ടുള്ള പേഷ്യൻ്റ് ആൾറെഡി ഇവിടെ ഉണ്ട്. മുൻകാലങ്ങളിൽ കാഷ്വാലിറ്റിയിൽ 3ഓളം ഡോക്ടർമാർ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. നിലവിൽ ഒ പിയിൽ ഉച്ചവരെ മാത്രമേ ഒ പി പ്രവർത്തിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഒ പി ഇല്ല. അപ്പോൾ ഡോക്ടർമാർ ഞങ്ങൾ ഒരാഴ്ച മുമ്പ് വരെയും സൂപ്രണ്ടിനെ കയറി കണ്ട് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചതാണ്. ആ സമയത്തിൽ കൂടെ സൂപ്രണ്ട് പറയുന്നത് 7ഓളം ഡോക്ടർമാരുടെ കുറവുണ്ട്. നിലവിൽ ഈ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡോക്ടർമാർ പോയിട്ടുണ്ട്. മുമ്പ് NHMൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡോക്ടർമാരുണ്ടായിരുന്നു. ആ ഡോക്ടർമാർ നിലവിലില്ല. അവരൊക്കെ വർക്ക് ലോഡ് കാരണം ഇട്ടിട്ട് പോകുന്ന സ്ഥിതിയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബോധിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പരിഹരിക്കപ്പെടണമെന്ന് പറഞ്ഞ് സൂപ്രണ്ടിനെ കണ്ട് ഇതെല്ലാം പരാതി പറഞ്ഞതാണ്. ഇന്ന് സംഭവിച്ചത് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ പേഷ്യൻറ്റിനെയും കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിന് ഉടനടി ഒരു കാർഡിയാക് അറസ്റ്റായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. കാർഡിയാക് അറസ്റ്റായിട്ട് എത്തുന്ന ഒരു വ്യക്തിക്ക് ഉടനെ ഡോക്ടറിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ദുർഗതി നിലവിൽ ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ECG എടുക്കാൻ പറയുന്നത് പോലെ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ നേരിട്ട് പറഞ്ഞതല്ല. അവിടെ ഈ നെഞ്ചുവേദന എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ECG എടുക്കാൻ പോയപ്പോഴും ECG പൈസ അടച്ചിട്ട് വന്നാൽ ECG എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നെഞ്ചുവേദനയായിട്ടുള്ള ആൾ പറയാണ്, ചേട്ടാ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പൈസയുടെ പേരിൽ എനിക്ക് ECG എടുക്കാതിരിക്കേണ്ട പൈസ കൊടുക്കും. അപ്പോൾ കൂടെ കൊണ്ടുവന്ന ആൾ ഇല്ല നീ പൈസ തരണ്ട എന്ന് പറഞ്ഞിട്ട് ECG എടുക്കാൻ ഓടുകയാണ്. അയാളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അയാൾ ഓടുകയാണ്. ഓടിപ്പോയി ECG പൈസ അടച്ചിട്ട് ECG വന്ന് എടുത്തപ്പോഴത്തേക്ക് എടുത്ത് ഡോക്ടറെ കൊണ്ട് കാണാൻ വീണ്ടും ക്യൂ ആണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നു, പിന്നെ ഡ്യൂട്ടി എമ്മോ ഉണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡ്യൂട്ടി എമ്മോ ഓടി ഇവിടെ വരുന്നത്. ആ സമയത്ത് ഇത്രയും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കാഷ്വാലിറ്റിയിൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്, ജീവനക്കാരുടെ എണ്ണം കുറവാണ്. ആ അവസ്ഥ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മറുപടി പറയേണ്ട നിലവിലെ സർക്കാരാണ്. മനസ്സിലായി, ഞാൻ രാഷ്ട്രീയവൽക്കരിക്കുന്നതൊന്നുമല്ല. എങ്കിലും 1.5 മാസം കൊണ്ട് ഞാനിപ്പോൾ DYFIയുടെ ഞാൻ ബ്ലോക്ക് പ്രസിഡൻ്റാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് ഞാൻ പറയുന്നു എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. നിങ്ങൾ പോവുക, നിങ്ങൾ ഈ മൈക്കുമായിട്ട് ആ കാഷ്വാലിറ്റിയിൽ ക്യൂ നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ പോകണം. എന്നിട്ട് നിങ്ങളിവിടെ സ്ഥിരമായിട്ട് വരുന്ന രോഗികളാണോ, ഈ ആശുപത്രിയെ സമീപിക്കുന്ന രോഗികളാണോ ചോദിക്കണം. കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും ഇവിടെ സ്ഥിതി എന്താണെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ കാഷ്വാലിറ്റിയിൽ 3 ഡോക്ടർമാരുണ്ട്, കുറവുകൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി കൈകാര്യം ചെയ്യാൻ ഒരു ഡ്യൂട്ടി ഒരു ഡോക്ടറേ ഉള്ളൂ. ആ ഒരു കുറവുണ്ടായിട്ടുണ്ട്. ഈ പേഷ്യൻറ്റിന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 7 മണിക്ക് വന്ന പേഷ്യൻറ്റിന് 7:20 ആയപ്പോഴത്തേക്കുമാണ് ഇയാൾക്ക് നെഞ്ചുവേദന കാർഡിയാക് അറസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായതെന്നും ഇയാൾ കുഴഞ്ഞു വീണതിന് ശേഷമാണ് CPR കൊടുത്തത് തന്നെ. CPR ഡോക്ടർ വന്നല്ല കൊടുത്തത്. ഡോക്ടർ മറ്റുള്ള പനിയും മറ്റുള്ള അസുഖങ്ങളുമായിട്ട് എത്തിയ പേഷ്യൻസിനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കണം. നിലവിൽ ഇതെല്ലാം പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് റിപ്പോർട്ടർ ചാനലിന് ബൈറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തള്ളിക്കയറിയിട്ട് പറയുകയാണ്, നീ ഈ ആശുപത്രിയിലെ ജീവനക്കാരനല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് തള്ളിക്കയറുകയാണ്. എന്താ ഈ ആശുപത്രിയിലെ ജീവനക്കാരൻ ഇവിടെയുള്ള പരിമിതികളെ സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നതിൽ വല്ല കുറവുണ്ടോ? പറയാൻ പാടില്ല എന്നുണ്ടോ? എൻ്റെ അയൽക്കാരനാണ്, എൻ്റെ വീട്ടിൻ്റെ ഒരു മതിലപ്പുറത്തുള്ള രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ മരണപ്പെട്ടത്. ആ രാജേഷ് മരണപ്പെടുമ്പോൾ ഞാൻ ഈ ആശുപത്രിയിലെ ജീവനക്കാരൻ എന്ന നിലയിൽ പായും പൊത്തിയിരിക്കണമെന്നാണോ? ഇവിടെ പ്രശ്നങ്ങൾ ജനങ്ങളെയും നാട്ടുകാരെയും വേണ്ട. സർക്കാരിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. എന്നാൽ ആ സർക്കാരിൻ്റെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്ന മാധ്യമമല്ലേ, ആ മാധ്യമത്തിലാണ് ഞാൻ ബൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ അവിടെ എന്ത് കാര്യം? അയാൾ തള്ളിക്കയറി വരികയാണ്, ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യവസ്ഥിതി ഇന്ന് ഇവിടെ കൃത്യമായിട്ടും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവുണ്ട്. അത് പരിഹരിക്കപ്പെടണം. ഇന്നൊരു രാജേഷാണെങ്കിൽ നാളെ എനിക്ക് സംഭവിക്കാം, എൻ്റെ വീട്ടുകാർക്ക് സംഭവിക്കാം, ഈ മയക്കം പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സംഭവിക്കാം. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിലവിലെ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവാം. അതുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണം. ഇവിടെ കൃത്യമായിട്ട് മുമ്പുണ്ടായിരുന്ന സ്ഥിതിക്കെങ്കിലും മുമ്പ് 3 ഡോക്ടർമാർ NHMൻ്റെ ഡോക്ടർമാരടക്കം 3ഓളം ഡോക്ടർമാർ കാഷ്വാലിറ്റിക്ക് ഉണ്ടായിരുന്നു. ആ ഡോക്ടർമാരെ വിന്യസിക്കണം. അത്തരത്തിൽ 3 ഡോക്ടർമാരെ വിന്യസിക്കണം. OP സമയം ഉച്ചയ്ക്ക് 1 മണി വരെ നിലവിലുള്ളൂ. ആ OP സമയം വൈകുന്നേരം 6 മണി വരെ ആക്കണം. നിലവിൽ വൈകുന്നേരം 6 മണി വരെ നോക്കേണ്ട ഡോക്ടർമാർ, എല്ലാ ഡോക്ടർമാരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, പല ഡോക്ടർമാരും നെയ്യാറ്റിൻകരയിൽ വരുന്നത് പൈസ പ്രതീക്ഷിച്ചാണ് വരുന്നത്. അവർ ഉച്ചവരെ ഡ്യൂട്ടി എടുക്കുന്നു, നേരെ റൂമുകളിൽ പോകുന്നു, പേഷ്യൻസിനെ നോക്കുന്നു, പൈസ വാങ്ങിക്കുന്നു. ഈ ഒരു കുറവുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉള്ളതായിരിക്കാം, പക്ഷേ നെയ്യാറ്റിൻകരയിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇതെല്ലാം പരിഹരിക്കപ്പെടണം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു സർക്കാരിൻ്റെ കുറ്റം കൊണ്ടൊന്നും ഞാൻ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പറയണമല്ല, പക്ഷേ ഇത് പരിഹരിക്കപ്പെടണം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാളും കെട്ടഴിഞ്ഞൊരു വ്യവസ്ഥിതിയായി മാറിയിരിക്കുകയാണ്. ആർക്കും എന്തും ചെയ്യാമെന്നുള്ള രീതി വന്നിട്ടുണ്ട്. അതിൻ്റെ സ്വാതന്ത്ര്യം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ജീവനക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അധികമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ രീതി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ സൂപ്രണ്ട് ഒരു ബൈറ്റ് നിർത്തി നോക്കൂ.
സൂപ്രണ്ടിനോട് പറയാൻ പറ ഇവിടുത്തെ സ്ഥിതി എന്താണ്, എത്ര ഡോക്ടർ ഈ വൈകുന്നേരം എത്ര ഡോക്ടർമാരാണ് വരേണ്ടതെന്നുള്ളത്. നമുക്കൊന്നും കാണാനൊന്നും പറ്റത്തില്ല.